റിപ്പോർട്ടർ ഇംപാക്ട്. തിരുവനന്തപുരം പൊഴിയൂർ കാരോട് ഫ്ളാറ്റിൽ കക്കൂസ് മാലിന്യം പൊട്ടിയൊഴുകിയതിൽ ഇടപെട്ട് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഡ്രെയിനേജിൽ നിന്ന് വരുന്ന പ്രധാന പൈപ്പ് ലൈനിൽ ഉണ്ടായ ബ്ലോക്കാണ് പ്രശ്നം. പൈപ്പ് ലൈനിലെ ബ്ലോക്ക് പരിഹരിക്കാനുള്ള പണികൾ ആരംഭിച്ചു. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് നടപടി. അരുൺ സോളമൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ കാരോടുള്ള ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് ഞാനുള്ളത്. ഇന്ന് രാവിലെ നമ്മളിവിടുത്തെ മാലിന്യ പ്രശ്നം വാർത്തയാക്കിയിരുന്നു. കഴിഞ്ഞ 4 മാസമായി ഈ 2 ഫ്ലാറ്റുകൾക്കിടയിലൂടെ കക്കൂസ് മാലിന്യം പൊട്ടിയൊഴുകി അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവർ നേരിട്ടുകൊണ്ടിരുന്നത്. പ്രധാനമായും ഈ മാലിന്യം ഒഴുകുന്ന വെള്ളത്തിൽ കൊതുകുകളടക്കമുള്ള പല സാംക്രമിക രോഗങ്ങൾക്കും പ്രശ്നങ്ങൾ വരുത്താൻ ഇടയുള്ള ബാക്ടീരിയകൾ അടക്കമുള്ളവ ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ വന്ന് നേരിൽ കണ്ട കാഴ്ച. അതിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ അവരുടെ കുഞ്ഞു കുട്ടികളടക്കമുള്ളവർ വളരെ ഏറെക്കാലമായി ഈ പ്രശ്നം നേരിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വിഴിഞ്ഞം ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇടപെട്ടിരിക്കുന്നത്. അവരുടെ ഉദ്യോഗസ്ഥർ വന്നിപ്പോൾ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി, കഴിഞ്ഞ 4 മാസമായി ഈ പ്രശ്നം നേരിടുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് വാർത്ത നൽകി ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ വന്നിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണാൻ പോവുകയാണ് തോന്നുന്നു മനസ്സിലിപ്പോൾ? വളരെ സന്തോഷം തോന്നുന്നു. ഇതിന് പരിഹാരം കാണുമെന്ന് തോന്നുന്നപ്പോൾ വലിയ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ പരിഹാരം കണ്ടെത്തിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കോസ്റ്റൽ ഏരിയ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് നിങ്ങൾക്ക് ഈ ഫ്ലാറ്റൊക്കെ വെച്ച് തന്നതെന്നുള്ളതാണ്. പക്ഷേ അവർ കൈയൊഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ വിഴിഞ്ഞം ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പഞ്ചായത്തിൽ ഇടപെട്ടു അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പിലേക്ക് ഇടപെട്ടു. 4 മാസം ഒട്ടനവധി പ്രശ്നങ്ങൾ, ശ്വാസം മുട്ടടക്കമുള്ള കുഞ്ഞു കുട്ടികൾക്കടക്കം പല പ്രശ്നങ്ങൾ, പനിയടക്കമുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അല്ലേ? നേരിട്ടിരുന്നു. വയറ്റിളക്കം, ഛർദിലി, പനി, പിന്നെ കൊതു ശല്യം കാരണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചിരുന്നു. ഞങ്ങൾ മത്സ്യപ്പെട്ടിലൊക്കെ 2 അപേക്ഷ കൊടുത്തിരുന്നു. ആരുമെന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ടല്ലേ? മത്സ്യത്തൊഴിലാളികൾ അവരുടെ സന്തോഷമാണ് പങ്കുവെക്കുന്നത്. കാരണം 128 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 128 ഫ്ലാറ്റുകളിലായിട്ട് 500-ലേറെ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ നാളുകളിൽ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഈ മാലിന്യ പ്രശ്നമാണ്. മറ്റ് മാലിന്യ കൂമ്പാരങ്ങൾ മറ്റ് ഭാഗങ്ങളിലുണ്ട്. ഇനി അതിലും നടപടി എടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് നിലവിൽ അവർ ഉയർത്തുന്നത്. വിജിലൻസ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.